എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. അത് നമ്മളെ കുണ്ടറയിൽ ഇന്ന് മുഴുവൻ സ്വീകരണങ്ങളായിരുന്നു. അപ്പോൾ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വളരെ വലിയൊരു കൂട്ടം ക്രൗഡുണ്ടായിരുന്നു. ക്രൗഡിനിടയിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. കാരണം അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള 2 വേദികളിൽ ഞാൻ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് കടുത്ത രൂക്ഷമായ ഭാഷ തന്നെ വിമർശിച്ചു. കാരണം വെച്ചാൽ അത് അത്രയും ഗുരുതരമായൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിനാണ് ഈ കൂട്ടത്തിനകത്ത് ഒരു തിക്കും തിരക്കും ഉണ്ടാക്കിയതായിട്ടും പെട്ടെന്ന് കണ്ണിലോട്ട് എന്തോ ഒരു സാധനം കുത്തി. അപ്പോൾ അത് ഞാൻ ആദ്യം അറിയാതെ കുത്തിയതാണെന്നാണ് സംഭവിച്ചത്. പിന്നീട് അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. പിന്നീട് എനിക്ക് അവിടെ പലരും എന്ന് പറഞ്ഞാൽ ആ തിക്കും തിരക്കും ഉണ്ടാക്കിയതാണ്, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്നു. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? നമ്മള് കേസ് കൊടുക്കൂ. എന്റെ വാക്കാണ്. അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. പ്രചാരണത്തിനിടെ CPM-കാർ ആക്രമിച്ചുവെന്ന് പോലീസിൽ പരാതി നൽകിയ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി വെട്ടിലായി. പിടിച്ചുകൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. ബോധപൂർവം കണ്ണിൽ കുത്തി പരിക്കേൽപ്പിച്ചുവെന്ന ആരോപണം BJP പ്രവർത്തകൻ അറസ്റ്റിലായതോടെ പൊളിഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. പിടിയിലായ മുളവന സ്വദേശി സനൽ പുത്തൻവിളയുടെ താക്കോൽ കൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ഒരു പരിശ്രമം നടത്തുന്നു എന്ന് സംശയിക്കേണ്ട തലത്തിലേക്കാണ് കുണ്ടറയിലെ സംഭവം സൂചന നൽകുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6-ന് കുണ്ടറ മുളവനയിൽ പ്രചരണത്തിനിടെ CPM പ്രവർത്തകർ ബോധപൂർവം ആക്രമിച്ചെന്നായിരുന്നു BJP-യുടെയും സ്ഥാനാർത്ഥിയുടെയും പരാതി. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. തൃശൂർ പൂര നടത്തിപ്പിൽ പോലീസിനെ വിമർശിച്ച് പ്രസംഗിച്ചതിന് മൂർച്ചയുള്ള ഉപകരണം കൊണ്ട് കണ്ണിൽ കുത്തിയെന്നായിരുന്നു ആരോപണം. ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിട്ടുവേഷം കേട്ടുമായിരുന്നു. എന്നാൽ സ്വീകരണം നൽകുന്നതിനിടെ തിരക്കിനിടയിൽ പാർട്ടി പ്രവർത്തകന്റെ സ്കൂട്ടറിന്റെ താക്കോൽ അബദ്ധത്തിൽ കണ്ണിൽ കൊണ്ടതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ BJP കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സനൽ പുത്തൻവിളയെ തൊണ്ടിയോടെ കുണ്ടറ പോലീസ് പൊക്കി. അവർക്ക് പോവാം. ഇന്ന് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാം. നാളെ രാവിലെ കോടതി, വൈകുന്നേരം സബ് ജയിൽ. ഇത്രയല്ലേ ഉള്ളൂ. മാരകായുധം കൊണ്ട് ആക്രമിച്ചതിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അബദ്ധത്തിൽ സംഭവിച്ചതിനെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമം പൊളിഞ്ഞതോടെ BJP പ്രവർത്തകരും രണ്ടുചേരിയിലായി. പ്രവർത്തകരുടെ മനോവീര്യം തകർത്തെന്ന അടക്കം പറച്ചിലുണ്ട് പാർട്ടിയിൽ. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.